ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 662. സൂറത്ത് അൽ കഹ്ഫ് ആയത്തുകൾ 83 മുതൽ 110 വരെ, അതായത് അവസാനം വരെ. പേജ് നമ്പർ 1047. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലൂ അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا ثم أتبع سببا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم من دونها سترا كذلك وقد أحطنا بما لديه خبرا ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكا فكان وعد ربي حقا وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا وعرضنا جهنم يومئذ للكافرين عرضا الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا
خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 663. സൂറത്ത് അൽ കഹ്ഫ് ആയത്ത് 83, പേജ് നമ്പർ 1047. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ, ദുൽഖർനൈനെ പറ്റി നിന്നോടവർ ചോദിക്കുന്നു. ഖുൽ സഅത്ലൂ അലൈക്കും മിൻഹു ദിക്റ, നീ പറയുക അദ്ദേഹത്തെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാം. ദുൽഖർനൈൻ എന്നത് യഥാർത്ഥ പേരായിരിക്കാൻ സാധ്യതയില്ലെന്നാണ് പണ്ഡിതാഭിപ്രായം. അത് ആരാണ് എന്നതിനെപ്പറ്റി ഖണ്ഡിതമായ രേഖകളൊന്നുമില്ല. പല അഭിപ്രായങ്ങളും ഇത് സംബന്ധമായി ഉണ്ട്. മാസിഡോണിയൻ രാജാവായ അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നുവെന്ന അഭിപ്രായമുണ്ട്. വിശ്വാസിയാണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നത് കൊണ്ട് ആ അഭിപ്രായം തെറ്റാണ്. പേർഷ്യയും മീഡിയായും ഭരിച്ച സൈറസ് രാജാവാണ് ദുൽഖർനൈൻ എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അദ്ദേഹം നല്ലവനായ ഒരു ഭരണാധികാരിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ആയത്ത് 84. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദി, അദ്ദേഹത്തിന് ഭൂമിയിൽ നാം സ്വാധീനമുണ്ടാക്കി കൊടുത്തു. വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, സർവ്വ കാര്യങ്ങൾക്കുമുള്ള മാർഗം അദ്ദേഹത്തിന് നാം സൗകര്യമാക്കി കൊടുക്കുകയും ചെയ്തു. ആയത്ത് 85. ഫഅത്ബഅ സബബ, എന്നിട്ട് അദ്ദേഹം ഒരു വഴിക്ക് സഞ്ചരിച്ചു. ആയത്ത് 86. ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസി, അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമയ സ്ഥലത്ത് എത്തിയപ്പോൾ, പേജ് നമ്പർ 1048. വജദഹാ തഗ്റുബു ഫീ ഐനിൻ ഹമിഅത്തിൻ, സൂര്യൻ ചെളികെട്ടിയ ഒരു വെള്ളത്തിൽ അസ്തമിക്കുന്നതായി കണ്ടു. വവജദ ഇൻദഹാ ഖൗമ, ആ വെള്ളത്തിൻ്റെ അടുക്കൽ ഒരു കൂട്ടം ജനങ്ങളെയും കണ്ടു. ശക്തിയും പ്രാപ്തിയുമുള്ള ദുൽഖർനൈൻ രാജാവ് പടിഞ്ഞാറു ഭാഗത്തേക്ക് സഞ്ചരിച്ച് ഒരു കടൽ തീരത്ത് എത്തിച്ചേർന്നു. അസ്തമയ സമയത്ത് സൂര്യൻ കടലിൽ താഴ്ന്നു പോകുന്നതായാണല്ലോ കാണുന്നവർക്ക് തോന്നുക. ചെളി കലങ്ങിയ വെള്ളത്തിലേക്ക് സൂര്യൻ മായുന്നുവെന്ന് ജനങ്ങൾ കരുതിയിരുന്നു എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. ഏതാണ് ഈ പ്രദേശമെന്നോ കടലെന്നോ കൃത്യമായി അറിയില്ല. കരിങ്കടൽ, ഈജിയൻ കടൽ എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ കിഴക്കൻ തീരമാണെന്നും മധ്യധരണിയാഴിയാണെന്നുമൊക്കെ ചിലർ പറയുന്നു. അല്ലാഹു അഅലം. ഖുൽന യാ ദൽ ഖർനൈനി ഇമ്മ അൻ തുഅദ്ദിബ വ ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന, നാം പറഞ്ഞു, ദുൽ ഖർനൈൻ, ഒന്നുകിൽ താങ്കൾ ശിക്ഷിക്കുക അല്ലെങ്കിൽ അവരിൽ നന്മ നടപ്പിൽ വരുത്തുക. ഇത് രണ്ടിൽ താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ശിക്ഷിക്കേണ്ട തരത്തിൽ കുറ്റം ചെയ്തവരാണവർ. ആയത്ത് 87. ഖാല അമ്മാ മൻ ളലമ ഫസൗഫ നുഅദ്ദിബുഹു, അദ്ദേഹം പറഞ്ഞു, അക്രമം ചെയ്തവരാകട്ടെ അവനെ നാം ശിക്ഷിക്കും. സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി, പിന്നെ അവൻ്റെ റബ്ബിങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. ഫയുഅദ്ദിബുഹു അദാബൻ നുക്റ, അപ്പോൾ അവന് ഭയങ്കരമായ ശിക്ഷ അവൻ നൽകുകയും ചെയ്യും. ആയത്ത് 88. വഅമ്മാ മൻ ആമന വഅമില സ്വാലിഹ, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്നവനാരോ അവൻ ഫലഹു ജസാഅനിൽ ഹുസ്ന, അവന് പ്രതിഫലമായി ഏറ്റവും നല്ലതു അഥവാ സ്വർഗം ഉണ്ട്. വസനഖൂലു ലഹു മിൻ അംറിനാ യുസ്റ, നമ്മുടെ കൽപ്പനകളിൽ നിന്ന് എളുപ്പമായത് അവനോട് നാം പറയുന്നതുമാകുന്നു. പ്രയാസം കൂടാതെ അനുഷ്ഠിക്കാൻ സൗകര്യമുള്ള കാര്യങ്ങൾ പറയും, ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ഒന്നും പറയുകയില്ല. ആയത്ത് 89. സുമ്മ അത്ബഅ സബബ, പിന്നെ അദ്ദേഹം വേറെ ഒരു വഴിക്ക് യാത്ര തുടർന്നു. ആയത്ത് 90. ഹത്താ ഇദാ ബലഗ മത്ലിഅ അശ്ശംസി, അങ്ങനെ അദ്ദേഹം സൂര്യോദയ സ്ഥാനത്തെത്തിയപ്പോൾ വജദഹാ തത്ലുഉ അലാ ഖൗമിൻ, ഒരു കൂട്ടം ജനതയുടെ മേൽ സൂര്യൻ ഉദിച്ചു പൊന്തുന്നതായി കണ്ടു. ലം നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്റ, അതിൻ്റെ മുമ്പിൽ യാതൊരു മറയും നാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പേജ് നമ്പർ 1049. ആദ്യം പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് സൂര്യൻ അസ്തമിക്കുന്നിടത്തെത്തി.
പിന്നെ കിഴക്കോട്ട് സഞ്ചരിച്ച് സൂര്യോദയ സ്ഥാനത്തുമെത്തി. പടിഞ്ഞാറേ അറ്റം വരെയും കിഴക്കേ അറ്റം വരെയും അദ്ദേഹം യാത്ര ചെയ്തിരിക്കണം. വെയിലിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷ കിട്ടുവാൻ തക്കവണ്ണം വീടുകളോ മറ്റോ അവർക്കുണ്ടായിരുന്നില്ല. വല്ല ഗുഹകളിലോ മറ്റോ ആയിരിക്കാം അവർ ജീവിച്ചിരുന്നത്. തികച്ചും പ്രാകൃതമായ ജീവിതം അള്ളാഹുവിനറിയാം. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 664, സൂറത്ത് അൽ കഹഫ്, ആയത്ത് 91, പേജ് നമ്പർ 1049. കദാലിക വഖദ് അഹ്തുനാ ബിമാ ലദൈഹി ഖുബ്റ. അപ്രകാരമാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള പൂർണ്ണ വിവരം നാം സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നു. വളരെ ഉറപ്പായ വിവരമാണ് ഈ പറഞ്ഞതെല്ലാം. ഊഹിച്ചു പറഞ്ഞതല്ല, കേട്ടുകേൾവി അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞതുമല്ല. ഒട്ടും സംശയിക്കേണ്ട. പശ്ചിമദേശത്തും പൂർവ്വദേശത്തും അദ്ദേഹം ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറിയെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരോട് അദ്ദേഹം സന്തോഷത്തോടെ പ്രതികരിച്ചുവെന്നും അക്രമികളോട് താക്കീതിൻ്റെ ഭാഷയിൽ സംസാരിച്ചുവെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. ആ നിലക്ക് നീതിമാനായ ഭരണാധികാരിയായിരുന്നു ദുൽഖർനൈൻ എന്ന് മനസ്സിലാക്കാം. ആയത്ത് 92. സുമ്മ അത്ബഅ സബബ. പിന്നെ അദ്ദേഹം ഒരു വഴിക്ക് യാത്ര തുടർന്നു. ആയത്ത് 93. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി. അദ്ദേഹം അങ്ങനെ രണ്ട് കെട്ടുകളുടെ ഇടയിൽ എത്തിയപ്പോൾ വജദ മിൻ ദൂനിഹിമാ ഖൗമ. അതിൻ്റെ അപ്പുറത്തായി ഒരു ജനക്കൂട്ടത്തെ അദ്ദേഹം കണ്ടു. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. അവർ യാതൊരു വാക്കും ഗ്രഹിക്കാറാവുന്നില്ല. ആയത്ത് 94. ഖാലു യാ ദൽ ഖർനൈനി ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദി. അവർ പറഞ്ഞു, ഓ ദുൽഖർനൈൻ, നിശ്ചയമായും യഅജൂജും മഅജൂജും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാകുന്നു. ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. അതിനാൽ അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ താങ്കൾ ഒരു കെട്ടുണ്ടാക്കി തരുവാനായി ഞങ്ങൾ കരം നിശ്ചയിച്ച് താങ്കൾക്ക് തരട്ടെയോ. യജൂജും മജൂജും താർത്താരികളും മുഗളന്മാരുമാണെന്നാണ് പല വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. യജൂജും മജൂജും താർത്താരികളും മുഗളന്മാരുമാണെന്ന് പല വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മഹാ അക്രമികളാണവർ. അവർ നാടാകെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ തടയാൻ ഞങ്ങൾക്കാവില്ല. അവർ ഈ മലയിടുക്കിൽ കൂടിയാണ് വരിക. ആ മാർഗം അടച്ചാൽ രാജ്യം രക്ഷപ്പെടും. അവരുടെ വരവ് തടയാൻ മതിൽക്കെട്ട് പണിയാം. അതായത് ഇവിടെ ശ്രദ്ധിക്കണം, ഈ യജൂജ് മജൂജ് താർത്താരികളും മുഗളന്മാരുമാണ് എന്നത് ഖണ്ഡിതമായ ഒരു അഭിപ്രായം എന്നല്ല. അതിന് നെസ്സായിട്ട് കൃത്യമായൊരു പ്രമാണമൊന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ആയത്ത് 95. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് സ്വാധീനം നൽകിയത് ഏറ്റവും ഉത്തമമായതാകുന്നു. ഫഅഈനൂനി ബിഖുവ്വത്തിൻ. ശാരീരിക ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക. പേജ് നമ്പർ 1050. അജ്അൽ ബൈനക്കും വബൈനഹും റദ്മ. നിങ്ങൾക്കും അവർക്കുമിടയിൽ ബലവത്തായ ഒരു കെട്ട് ഞാൻ ഉണ്ടാക്കിത്തരാം. അതായത് നിങ്ങൾ എനിക്ക് കരം പിരിച്ച് തരേണ്ട ആവശ്യമില്ല. എൻ്റെ റബ്ബ് എനിക്ക് അധികാരവും സമ്പത്തും ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. നിങ്ങളുടെ കായിക ബലം കൊണ്ട് എന്നെ സഹായിച്ചാൽ മതി. ആയത്ത് 96. ആതൂനി സുബറൽ ഹദീദ്. ഇരുമ്പിൻ കട്ടികൾ എനിക്ക് നിങ്ങൾ തരുവീൻ. ഹത്ത ഇദാ സാവാ ബൈന സ്വദഫൈനി. അങ്ങനെ രണ്ട് മലകൾക്കിടയിൽ അത് സമമായപ്പോൾ ഖാലം ഫുഹു. നിങ്ങൾ ഊതുവീൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഹത്ത ഇദാ ജഅലഹു നാറ. അങ്ങനെ ആ ഊതൽ അതിനെ തീയാക്കിയപ്പോൾ ഖാല ആതൂനി ഉഫ്രിഗു അലൈഹി ഖിത്റ. ഇതിൽ ഒഴിക്കുവാനായി ചെമ്പ് ഉരുക്കിയത് നിങ്ങൾ കൊണ്ടുവരുവീൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ദുൽഖർനൈൻ അവരോട് പറഞ്ഞു, ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവരുവീൻ. അങ്ങനെ ധാരാളം ഇരുമ്പ് ശേഖരിക്കപ്പെട്ടു. രണ്ട് മലകളുടെ ഇടയിൽ കെട്ടിപ്പൊന്തിക്കുവാൻ തുടങ്ങി. മലകളുടെ ഉയരത്തിൽ ഈ കെട്ട് പൊന്തി. എന്നിട്ട് അതിൽ തീ വെച്ച് ഊതുവാൻ അവരോട് പറഞ്ഞു. ഊത്തിൻ്റെ ശക്തിയാൽ എല്ലാം കൂടി കത്തി ആകെ തീ ആയിത്തീർന്നു. അങ്ങനെ ചെമ്പിൻ്റെ ദ്രാവകം കൊണ്ടുവരാൻ പറഞ്ഞു. അത് ഈ കെട്ടിൻ്റെ മേലെ ഒഴിച്ചു. അപ്പോൾ വിടവുകൾ നികന്നു. ഇരുമ്പ് കഷ്ണങ്ങൾ ഒട്ടിപ്പിടിച്ച് കട്ടിയായി. അത്യധികം ഉറപ്പേറിയ ഒരു ഭിത്തിയുണ്ടായി. ദുൽഖർനൈൻ ഉണ്ടാക്കിയ ആ കെട്ട് എവിടെയാണെന്നതും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അസർബൈജാനും അർമീനിയക്കുമിടയിലുള്ള
രണ്ട് പർവ്വതങ്ങൾക്കിടയിലാണെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം. ആയത്ത് 97. ഫമസ്തത്വഉ അൻ യദ്ഹറുഹു, അപ്പോൾ അതിൻ്റെ മേലെ കയറുവാൻ അവർക്ക് സാധിച്ചില്ല. വമസ്തത്വഉ ലഹു നഖബ, അത് തുരന്ന് ഓട്ടപ്പെടുത്തുവാനും അവർക്ക് സാധിച്ചില്ല. പൊക്കവും മിനുസവും നിമിത്തം കയറാൻ കഴിഞ്ഞില്ല. ഉറപ്പിൻ്റെ കാഠിന്യത്താൽ തുരന്ന് ഓട്ടയുണ്ടാക്കുവാൻ കഴിയുകയില്ല. ആയത്ത് 98. ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി, അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ റബ്ബിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യമാകുന്നു. ഫഇദാ ജാഅ വഅദു റബ്ബി, എന്നാൽ എൻ്റെ റബ്ബിൻ്റെ വാഗ്ദത്തം വരുമ്പോൾ ജഅലഹു ദക്കാ, അതിനെ അവൻ തകർത്ത് നിരപ്പായതാക്കും. കാന വഅദു റബ്ബി ഹഖ്ഖാ, എൻ്റെ റബ്ബിൻ്റെ വാഗ്ദാനം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 665, സൂറത്തു അൽ കഹ്ഫ് ആയത്ത് 98 വിശദീകരണം തുടരുന്നു. പേജ് നമ്പർ 1051. ഈ വമ്പൻ ജോലി കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം റബ്ബിനെ സ്തുതിച്ച് വിനയാന്വിതനായി. ഇപ്പോൾ ആർക്കും അതിന്മേൽ കയറി വരാനോ തകർക്കാനോ സാധ്യമല്ല. അള്ളാഹു കണക്കാക്കിയ സമയം വരെ ഈ കെട്ട് അപ്രതിരോധ്യമായി നിലനിൽക്കും. എന്നാൽ ആ കെട്ട് തകർത്ത് മുന്നേറൽ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ആയത്ത് 99. അവരിൽ ചിലരെ അന്ന് മറ്റു ചിലരിൽ തിരയടിച്ച് മറിയുന്ന രൂപത്തിൽ നാം വിട്ടേക്കുന്നതാണ്. കാഹളത്തിൽ ഊതപ്പെടും, അവരെ നാം ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു. അപ്പോൾ നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതുമാകുന്നു. അപ്പോൾ എന്നുള്ളത് അക്ഷരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ശക്തിയായ അണക്കെട്ട് കൊണ്ട് തടുത്തു നിർത്തപ്പെട്ട വമ്പിച്ച ജലാശയം. ആ അണക്കെട്ട് പൊട്ടിയാൽ വെള്ളം ഓളം വെട്ടിയൊഴുകി നാടാകെ നാശമാകുന്നത് പോലെ യജൂജ് മജൂജിനെ തടുത്തു നിർത്തിയ ആ കെട്ട് തകർന്നാൽ ദുഷ്ടജനങ്ങളുടെ മഹാസമുദ്രം ഓളം വെട്ടിക്കൊണ്ട് ഭൂമിയിലേക്ക് പ്രവഹിക്കുകയും ലോകത്ത് വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ഈ ലോകത്ത് നടക്കാനുള്ളതെല്ലാം നടന്ന ശേഷം അള്ളാഹു സർവ്വത്തെയും നശിപ്പിക്കും. കാഹളത്തിൽ ഊതും. അള്ളാഹുവിൻ്റെ മുമ്പാകെ ഈ യജൂജ് മജൂജിനെയും മറ്റെല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. സന്മാർഗനിഷ്ഠയും സദ്ഗുണങ്ങളുമുള്ള വിപുലമായ അധികാരശക്തി ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ദുൽഖർനൈൻ എന്ന് ഖുർആനിൻ്റെ പ്രതിപാദനത്തിൽ നിന്നും മനസ്സിലാകുന്നു. ചരിത്രാതീത കാലത്തെ വിഷയമായതിനാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിലും ചരിത്രകാരന്മാർക്കിടയിലും ഇദ്ദേഹത്തെക്കുറിച്ച് വ്യക്തവും ഏകവുമായ ഒരു അഭിപ്രായമില്ല. നിഗമനങ്ങൾ മാത്രമാണുള്ളത്. ആ നിഗമനങ്ങൾക്കും ചരിത്രത്തിൻ്റെ പിൻബലമില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരാണിതെന്ന് മനസ്സിലാക്കാൻ ന്യായവുമില്ല. ഖർനൈൻ എന്നത് ഖർണി എന്നതിൻ്റെ ദ്വിവചനമാണ്. ആ പദത്തിന് കൊമ്പ്, തലമുറ, നൂറ്റാണ്ട് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. 2 കൊമ്പുള്ളവൻ എന്നോ 2 നൂറ്റാണ്ട് ജീവിച്ചവൻ എന്നോ ആകാം. ഇതൊരു വിശേഷണപ്പെട്ട സ്ഥാനപ്പേരായിരിക്കാം. മനുഷ്യവാസമുള്ള അതിവിശാലമായ ഭൂമിയിലെ 2 അറ്റങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ അധികാരം നിലനിന്നിരുന്നതായി ഖുർആനിലെ പ്രയോഗത്തിൽ നിന്നും മനസ്സിലാക്കാം. ഇദ്ദേഹം പ്രവാചകനാണെന്നുള്ള അഭിപ്രായത്തിനും പ്രബലമായ തെളിവില്ല. അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചതായി ഖുർആനിൽ ഉണ്ട് താനും. ഏതായാലും നീതിനിഷ്ഠയും സന്മാർഗബോധവും സമന്വയിച്ച സന്മാർഗികൾക്ക് സഹായം, ദുർമാർഗികൾക്ക് ഭീഷണിയുമായി വളരെക്കാലം അദ്ദേഹം ഭരണാധികാരം നടത്തിയിരിക്കണം. ഇരുമ്പ് കൊണ്ടുള്ള മതിൽ കെട്ടും അതിൻ്റെ നിർമ്മാണ പ്രക്രിയയും മറ്റും നമുക്ക് നൽകുന്ന സൂചനകൾ അതാണ്. ദുൽഖർനൈനിയുടെ മതിൽ എവിടെയാണെന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. ചൈനയിലെ വൻ മതിലാണെന്നാണ് ഒരഭിപ്രായം. നിർമ്മാണത്തിൽ ലോഹമില്ലാത്തത് കൊണ്ടും 2 മലകൾക്കിടയിലല്ല എന്നതുകൊണ്ടും ഈ അഭിപ്രായം തെറ്റാണെന്ന് തന്നെ പറയാം. മറ്റു 2 അഭിപ്രായങ്ങളുള്ളത് അവ രണ്ടും തികച്ചും അപ്രസക്തമായതുകൊണ്ട് ഇവിടെ ഉദ്ധരിക്കുന്നില്ല. എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇതാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നും പിളർന്ന രാഷ്ട്രമായ ജോർജിയയുടെ വടക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കാക്കസസ് പർവ്വതനിരയിൽ ദാരിയാൽ മലയിടുക്കിനടുത്ത് ഒരു ലോഹമതിൽ ഇന്നും കാണാം. ഇത് 2 മലകൾക്കിടയിലാണെന്ന് സന്ദർശകർ വ്യക്തമാക്കുന്നു. AD 843-848 കാലത്ത് ഭരണം നടത്തിയ അബ്ബാസിയ ഖലീഫ അൽ വാസിഖ് ബില്ല
ഈ മതിൽ കണ്ടെത്താൻ ശ്രമം നടത്തുകയും ചെമ്പിൻ ദ്രാവകം കൊണ്ട് ഉറപ്പിച്ച മതിൽ കണ്ടെത്തുകയും ചെയ്തതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകനായ യാഫിത്തിൻ്റെ മക്കളാണ് യജൂജ് മഅജൂജ് എന്നും താർത്താരികൾ യജൂജ് വർഗ്ഗക്കാരും മുഗളന്മാരും മംഗോളിയന്മാരും മഅജൂജ് വർഗ്ഗക്കാരുമാണെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ വർഗ്ഗക്കാരാണ് അക്കാലത്ത് കൊള്ളയും കുഴപ്പവും ഉണ്ടാക്കിയിരുന്നത്. ഇനി യജൂജ് മഅജൂജിൻ്റെ മറ്റൊരു പുറപ്പാട് ലോകാവസാന കാലത്ത് ഈസാ അലൈഹിസ്സലാം വരുമ്പോൾ സംഭവിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആയത്ത് 100, പേജ് നമ്പർ 1052. അവിശ്വാസികൾക്ക് അന്ന് നരകത്തെ നാം ശരിക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. കാഹളത്തിൽ ഊതിയതിനു ശേഷം കാഫറുകൾക്ക് കാലാകാലം താമസിക്കാനുള്ള നരകത്തെ കാണിച്ചു കൊടുക്കും. ആയത്ത് 101. എൻ്റെ ഉദ്ബോധനത്തെ സംബന്ധിച്ച് കണ്ണുകൾക്ക് മൂടി വീണുപോയവരായ കൂട്ടർ കാഫറുകൾ. അള്ളാഹുവിൻ്റെ ഉത്ബോധനം നൽകപ്പെട്ടാൽ അതൊന്നും കാണാത്തവണ്ണം കാഴ്ച നഷ്ടപ്പെട്ടവരാണ് ആ കാഫറുകൾ. യാതൊന്നും കേൾക്കാൻ കഴിയാതെ പോയവരുമാണവർ. അവരുടെ കണ്ണും കാതും അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾക്ക് ഒട്ടും വിധേയപ്പെട്ടില്ല. കാഴ്ചയും കേൾവിയും ഈ മാർഗത്തിൽ ഫലിച്ചില്ല. എല്ലാം അവർ തള്ളിക്കളഞ്ഞു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 666, സൂറത്ത് അൽ കഹ്ഫ്, ആയത്ത് 102, പേജ് നമ്പർ 1052. അഫഹസിബല്ലദീന കഫറു, നിഷേധികളായിട്ടുള്ളവർ വിചാരിച്ചിരിക്കുകയാണോ, അയ്യത്തഖിദു ഇബാദി മിൻ ദൂനി ഔലിയാ, എനിക്ക് പുറമെ എൻ്റെ അടിമകളെ രക്ഷാധികാരികളായി സ്വീകരിക്കാമെന്ന്. ഇന്ന അഅ്തദ്ന ജഹന്നമ ലിൽ കാഫിരീന നുസുല, നിശ്ചയമായും നരകത്തെ കാഫിറുകൾക്ക് സൽക്കാരമായി നാം ഒരുക്കിയിരിക്കുന്നു. ആയത്ത് 103. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, പറയുക, കർമ്മങ്ങളിൽ മഹാനഷ്ടക്കാരായവരെ പറ്റി നിങ്ങൾക്ക് നാം പറഞ്ഞു തരട്ടെയോ. കർമ്മങ്ങൾ ധാരാളം ചെയ്തു, അത് മഹാനഷ്ടത്തിലായിത്തീരുകയും ചെയ്തു. ആ കർമ്മങ്ങളുടെ യാതൊരു ഫലവും ലഭിച്ചില്ല, മാത്രമല്ല ശിക്ഷ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്തു. ആയത്ത് 104. അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ പ്രയത്നം പാഴായവർ. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, തങ്ങൾ നല്ല പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു. ആയത്ത് 105. ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, തങ്ങളുടെ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ റബ്ബുമായുള്ള കൂടിക്കാഴ്ചയെയും നിഷേധിച്ചവരാണവർ. പേജ് നമ്പർ 1053. ഫഹബിതത് അഅമാലുഹും, അതിനാൽ അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോയി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, അതുകൊണ്ട് അവർക്ക് ഖിയാമത്ത് നാളിൽ യാതൊരു തൂക്കവും നാം നിലനിർത്തുകയില്ല. നല്ലതാണെന്ന് കരുതി മനുഷ്യർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പലതിൻ്റെയും പര്യവസാനം ദോഷമായിരിക്കും. ഇത് അനുഭവ സത്യമാണ്. മതത്തിൽ യാതൊരു മാതൃകയുമില്ലാതെ പുണ്യം ആഗ്രഹിച്ച് പല കർമ്മങ്ങളും ചെയ്യും. അള്ളാഹുവോ പ്രവാചകനോ അത് നിർദ്ദേശിച്ചതല്ല. ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്. നമസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന, മയ്യത്തിൻ്റെ അരികിൽ ഖുർആനോദൽ, ഖബർ കെട്ടിപ്പക്കൽ, ഖബറിങ്കിൽ യാസീനോദൽ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉച്ചത്തിൽ ദിക്ർ ചൊല്ലൽ, ചാവടിയന്തരം, ആണ്ടുനേർച്ച, മാല, മൗലിദ്, റാത്തീബുകൾ തുടങ്ങി അനേകമുണ്ട്. എല്ലാം നല്ലതെന്ന വിചാരത്തിൽ പുണ്യം ആഗ്രഹിച്ച് നടത്തുന്നവയാണ്. ഇതെല്ലാം പ്രവാചകചര്യയിൽ ഇല്ലാത്തതാണ്. പ്രയത്നം പാഴായിപ്പോയവരത്രേ ഈ കൂട്ടർ. ശിക്ഷയ്ക്ക് ഇടയാക്കുകയും ചെയ്യും. പ്രവാചക മാതൃകയില്ലാത്ത കർമ്മങ്ങളെല്ലാം വഴികേടാകുന്നു. എന്നാൽ വേറെ ചിലർ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിലും പരലോകത്തിലും ദിവ്യദൗത്യത്തിലും അവർക്ക് വിശ്വാസമില്ല. ചിലർ നിഷേധിച്ച് പറയും, ചിലർ വിശ്വസിക്കുന്നുവെന്ന് വെറുതെ പറയും. രണ്ടും തത്വത്തിൽ ഒന്ന് തന്നെ. ഇത്തരക്കാരിൽ നിന്നും ചില നല്ല കർമ്മങ്ങൾ ഉണ്ടായെന്ന് വരാം. കുടുംബസ്നേഹം, മാതാപിതാക്കളെ ആദരിക്കൽ, അയൽപക്ക സ്നേഹം, പരോപകാരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ പലതും. പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കാതെയും പരലോകത്തിൽ വിശ്വസിക്കാതെയും പുണ്യം ആഗ്രഹിക്കാതെയുമുള്ള ആ കർമ്മങ്ങൾ പരലോകത്ത് അവർക്ക് ഒരു തൂക്കവും നൽകുകയില്ല. ഇത്തരക്കാരുടെ കാര്യം നഷ്ടത്തിൽ തന്നെ. ആയത്ത് 106. ذلك جزاؤهم جهنم,
അത് അവരുടെ പ്രതിഫലം നരകമാണെന്നുള്ളത്. ബിമാ കഫറു വത്തഖദു ആയാതി വറുസുലി ഹുസ്വ, അവർ നിഷേധിക്കുകയും എൻ്റെ ആയത്തുകളെയും പ്രവാചകന്മാരെയും പരിഹാസ്യമാക്കുകയും ചെയ്തതിനാലാണ്. ഇവിടെ അതായത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇപ്പോൾ മരണപ്പെട്ടവർ കൊണ്ടുപോകുന്ന സമയത്ത്, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് സലഫ് സ്വാലിഹ്യങ്ങൾ മൗനമായിട്ടാണ് കൊണ്ടുപോയിരുന്നത് എന്നാണ് നമുക്ക് കാണാവുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേകമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു പോവുക എന്നൊരു സംവിധാനമില്ല. ഒരാളിപ്പോൾ പതുക്കെ നാവുകൊണ്ട് ദിക്ർ ചൊല്ലുന്നു, അത് അതുമായി ബന്ധപ്പെട്ടല്ല. അള്ളാഹുവിനെ ഓർക്കുന്നു, മനസ്സിലോർക്കുന്നു, അത് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ദിക്ർ ചൊല്ലലുണ്ട് എന്ന നിലക്ക് ദിക്ർ ചൊല്ലാൻ പാടില്ല. അതേപോലെ അത് ദിക്ർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിദാത്ത് എന്ന് പറഞ്ഞ കാര്യം അങ്ങനെയാണ്, നല്ലതെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് പലതും. നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപാടത്തേക്കാൻ തന്നെ അതൊന്നും അവിടെ പ്രത്യേകമായിട്ടൊരു സുന്നത്ത് ഇല്ല. അതേപോലെ മയ്യത്തിൻ്റെ അടുത്ത് ഉള്ള ഓത്ത്, അതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള ആൾക്കാണല്ലോ അവിടെ ഓതുന്നത്. നമ്മൾ ഓതാൻ ഏത് സമയത്തും ഓതാം. നമ്മൾ കടയിലിരുന്ന് ഓതുന്നു, ബസ്സിലിരുന്ന് ഓതുന്നു, ഒരാൾ മരിച്ചു കിടക്കുകയാണ്, നമ്മൾ അവിടെ വെറുതെ ഇരിക്കുന്നു, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അതാണ് ഷറാക്കപ്പെട്ടത്. ഇനി ഒരാൾ ദിക്റില്ലെന്നു, അത് അയാളുടെ ദിക്റും ഖുർആനും ചൊല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് ചെല്ലുന്നതാണ്. അല്ലാതെ ഈ മയ്യത്തിൻ്റെ തൽക്കം പുറത്തിരുന്നിട്ട് പ്രത്യേകമായിട്ടൊരു ഖുർആൻ ഓതുക എന്നത് ഷറാക്കപ്പെട്ട കാര്യമല്ല, അത് ബിദ്അത്താണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പറയാൻ കാരണം ചില ആൾക്കാർ പറയും, എന്താ ഖുർആൻ ഓതുനി മയ്യത്തിനടുത്ത് ഓതാൻ പാടില്ലേ എന്ന് ചോദിക്കും. അത് അവിടെ ഒരു പ്രത്യേകമായ ഒരു സംഭവം, ഒരു പ്രത്യേകമായ ഒരു പുണ്യമുണ്ട് അവിടെ ഒന്ന് എന്ന നിലക്കാണല്ലോ ഒന്നത്, അതുകൊണ്ടാണ് അത് ബിദ്അത്താണ് എന്ന് പറയുന്നത്. ഇതേപോലെയാണ് മൗലിദ് ആഘോഷം, മറ്റു കാര്യങ്ങളൊക്കെ. മൗലിദ് ആഘോഷത്തിന് തന്നെ ശിർക്ക്പരമായിട്ടുള്ള കാര്യങ്ങളും പലപ്പോഴും വരുന്നുണ്ട്, ബിദ്അത്ത് മാത്രമല്ല. ആയത്ത് 106, ذَلِكَ جَزَاؤُهُمْ جَهَنَّمُ, അത് അവരുടെ പ്രതിഫലം നരകമാണെന്നുള്ളത്. ബിമാ കഫറു വത്തഖദു ആയാതി വറുസുലി ഹുസ്വ, അവർ നിഷേധിക്കുകയും എൻ്റെ ആയത്തുകളെയും പ്രവാചകന്മാരെയും പരിഹാസ്യമാക്കുകയും ചെയ്തതിനാലാണ്. ആയത്ത് 107, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് സൽക്കാരമായി നൽകാനുള്ളതാണ് സ്വർഗ്ഗത്തോപ്പുകൾ. ആയത്ത് 108, ഖാലിദീന ഫിഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല, അവർ അവയിൽ ശാശ്വതരായിരിക്കും, അതിൽ നിന്നും മാറുവാൻ അവർ ആഗ്രഹിക്കുകയില്ല. ആയത്ത് 109, ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി, പറയുക സമുദ്രം എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയായി തീരുന്ന പക്ഷം ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ തീരുന്നതിന് മുമ്പ് സമുദ്രം തീർന്നു പോകുന്നതാകുന്നു. പേജ് നമ്പർ 1054, വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ, അതിന് തുല്യമായ മഷി നാം കൊണ്ടുവന്നാലും ശരി. സമുദ്രത്തിലെ വെള്ളം മഷിയായിത്തീരുകയും ഇന്നുള്ള സമുദ്രത്തിന് സമമായ വേറെ ഒരു സമുദ്രം തയ്യാറാക്കുകയും ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഈ മഷി കൊണ്ട് എഴുതാൻ തുടങ്ങിയാൽ സമുദ്രങ്ങളെല്ലാം തീർന്നു പോവുകയും അള്ളാഹുവിൻ്റെ വചനങ്ങൾ ബാക്കിയാവുകയും ചെയ്യും. ഊഹിക്കാൻ കഴിയാത്തവണ്ണം അത്രത്തോളം വിപുലവും വിശാലവുമാണ് അള്ളാഹുവിൻ്റെ അറിവ്. ഹേ അള്ളാഹുവിൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ മഹത്വവും പെരുപ്പവും ബാഹുല്യവും ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ചിലർ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ പറ്റി വിശ്വസിക്കുന്ന ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അള്ളാഹു അറിയുന്നതെല്ലാം അറിയും, അള്ളാഹു അറിയുന്ന വിഷയങ്ങൾ എഴുതുകയാണെങ്കിൽ അതിൽ വരുന്ന അക്ഷരങ്ങളുടെ എണ്ണം കൃത്യമായി അറിയുമത്രേ. അവർ ചൊന്ന ബൈത്തിൽ പറഞ്ഞതാണിത്. ഈ മനുഷ്യൻ അകപ്പെട്ട മൂഢത്വവും നിഷേധവും എത്ര ഭയങ്കരമാണ്. ഈ മനുഷ്യർ, അതായത് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറയാത്ത കാര്യങ്ങൾ മുഹയ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ കെട്ടിച്ചവച്ചുണ്ടാക്കിയിട്ടുണ്ട്. ബഹ്ജ എന്നൊരു കിതാബുണ്ട്, മുഹയ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ മദ്ഹ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ കാലശേഷം എത്രയോ കാലശേഷം വന്ന ഒരാൾ എഴുതിയുണ്ടാക്കിയതാണ്. അതിൽ നിരവധി കെട്ടുകഥകളുണ്ട് എന്ന് ധാരാളം പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മുഹയ്യിദ്ദീന്മാരെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലാണ് ഇത്തരം മൂഢവിശ്വാസങ്ങളൊക്കെ ഉള്ളത്. ആയത്ത് 110, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പറയുക നിശ്ചയമായും ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. ഞാൻ കേവലം അള്ളാഹുവിൻ്റെ സൃഷ്ടിയും അള്ളാഹുവിൻ്റെ അടിമയും ദൂതനും ആകുന്നു. നിങ്ങളെപ്പോലെ കുടിക്കുകയും തിന്നുകയും വികാരവും വിചാരവുമുള്ളവനും
അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു, ഭൂമിയിൽ നടക്കുന്നു, നിങ്ങളെപ്പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അന്തരീക്ഷത്തിൽ പറക്കുന്നില്ല, വെള്ളത്തിൽ നടക്കുന്നില്ല, മറവി, ഉറക്കം, ദുഃഖം, സന്തോഷം ഇത്യാദി കാര്യങ്ങൾ, അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞത, അമാനുഷികതകൾ പ്രവർത്തിക്കാൻ സ്വന്തം നിലക്ക് കഴിയാതിരിക്കൽ, ഇവയിലെല്ലാം ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാകുന്നു. എന്നാൽ ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി എൻ്റെ അടുക്കൽ വരുന്നു എന്നതാണ് എൻ്റെ പ്രത്യേകത. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യൻ തന്നെയാകുന്നു എന്ന് എനിക്ക് വഹി നൽകപ്പെടുന്നു. ഇതാണ് എൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് വഹി ലഭിക്കുന്നില്ല, എനിക്ക് വഹി വരുന്നു. പ്രവാചക ശ്രേഷ്ഠനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കല്ല. അമാനുഷിക സംഭവങ്ങൾ, മുഅ്ജിസത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ തന്നെയാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കിയത് എടുത്തു പറഞ്ഞവരെ ചിലർ ആക്ഷേപിക്കുന്നതായി കാണാം. എന്നിട്ട് നമ്മളെപ്പോലെ അല്ല എന്നുള്ളതിലേക്ക് തെളിവായി പലതും അവർ പറയുന്നു. ആകപ്പാട് അവരുടെ കാര്യം മഹാത്ഭുതം തന്നെ. ഇവിടെ വളരെ ഗുരുതരമായ ഒരു കാര്യം ഉണർത്തുന്നു. സലഫികൾ അള്ളാഹു പറഞ്ഞതിൽ നേർക്കുനേരെ വിശ്വസിക്കുകയും അതെടുത്തു പറയുകയുമാണ് ചെയ്തത്. ആ വാക്കിനെയാണ് അവർ നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വാക്ക് പറഞ്ഞത് അള്ളാഹുവാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അതിനാൽ ആരെങ്കിലും തൻ്റെ റബ്ബുമായുള്ള കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹാ, എന്നാൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തൻ്റെ റബ്ബിനെ ആരാധിക്കുന്നതിൽ ആരെയും അവൻ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. പേജ് 1055. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ആരെയും ആരാധിക്കരുത്. അതുപോലെ തന്നെ ഇബാദത്തുകളിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പരലോകമോക്ഷവും മാത്രമേ ലക്ഷ്യം ആക്കാവൂ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനം കാണണമെന്നോ പ്രശംസിക്കണമെന്നോ മറ്റോ യാതൊന്നും ഉദ്ദേശിക്കരുത്. അത്തരം ഉദ്ദേശ്യത്തിൻ്റെ കലർപ്പുണ്ടായാൽ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂറത്തുൽ കഹ്ഫ് തീർന്നു.